കുരുന്നുകൾക്ക് ഒരു ഇടമൊരുക്കാൻ വസ്തു വിലയ്ക്ക് വാങ്ങി നഗരസഭയ്ക്ക് കൈമാറിയിരിക്കുകയാണ് പ്ലാച്ചേരി സ്വദേശിനിയായ വിജയകുമാരി എന്ന വീട്ടമ്മ. പ്ലാച്ചേരി രേവതിയിൽ വിജയകുമാരിയാണ് തൻ്റെ ഭർത്താവ് ശിവരാജിൻ്റെ സ്മരണാർത്ഥം അംഗൻവാടി നിർമ്മിക്കാൻ 3 സെന്റ് വസ്തു നഗരസഭയ്ക്ക് കൈമാറിയത്. കലയനാട് കൂത്തനാടിയിൽ 3 സെന്റ് ഭൂമി വില കൊടുത്തു വാങ്ങിയാണ് അംഗൻവാടിക്കായി വിട്ടു നൽകിയിരിക്കുന്നത്. പ്രവാസിയായിരുന്ന വിജയകുമാരിയുടെ ഭർത്താവ് ബി ശിവരാജ് 1 വർഷം മുമ്പാണ് മരണപ്പെട്ടത്. ഭർത്താവിൻ്റെ സ്മരണാർത്ഥം സമൂഹ നന്മയ്ക്കായി എന്തെങ്കിലും ചെയ്യണമെന്ന ചിന്തയാണ് വിജയകുമാരിയെ വസ്തു വാങ്ങാൻ പ്രേരിപ്പിച്ചത്. പൊതുപ്രവർത്തകയായ റാണിയാണ് അംഗൻവാടിക്കായി സ്ഥലം വാങ്ങി നൽകാമെന്ന ആശയം മുന്നോട്ട് വെച്ചത്. നിലവിൽ താമരപ്പള്ളി വാർഡിലെ 2 അംഗൻവാടികളും വർഷങ്ങളായി വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇതേ തുടർന്നാണ് വീടിന് സമീപത്തെ താമരപ്പള്ളി കൂത്തനാടിയിൽ അംഗൻവാടിക്കായി സ്ഥലം വാങ്ങി നൽകിയത്. PS സുബാൽ MLA പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് അംഗൻവാടിക്കായി കെട്ടിടം നിർമ്മിക്കുവാനും ധാരണയായിട്ടുണ്ട്. വിജയകുമാരി, മകൻ അക്ഷയ്, മരുമക്കളായ ആർച്ച, കൃഷ്ണ എന്നിവർ ചേർന്ന വസ്തുവിൻ്റെ രേഖകൾ നഗരസഭയ്ക്ക് കൈമാറി. വളരെ മഹത്തായ ഒരു കാര്യമാണ് നമ്മുടെ വിജയകുമാരി ചേച്ചിയും കുടുംബവും ചെയ്തിരിക്കുന്നത്. നഗരസഭയ്ക്ക് അംഗൻവാടിക്ക് വേണ്ടിയിട്ട് സ്ഥലം വിലയ്ക്ക് വാങ്ങി നഗരസഭയ്ക്ക് കൈമാറിയിരിക്കുകയാണ്. അവർക്ക് ഒരു ഡിമാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ ഭർത്താവ് ശ്രീ ശിവരാജൻ്റെ സ്മാരകം, ആ ഒരു പേരും കൂടി ഈ അംഗൻവാടിക്ക് കാണിക്കണം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കൗൺസിലിൽ വയ്ക്കുകയും കൗൺസിൽ തീരുമാനമെടുക്കുകയും ഇപ്പോൾ അത് പ്രമാണം ചെയ്ത് നഗരസഭയ്ക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അംഗൻവാടി എന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികൾ അക്ഷരാഭ്യാസം തുടങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സന്മനസ് കാണിച്ച ചേച്ചിക്കും ചേച്ചിൻ്റെ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഈ ശിവരാജൻ ചേട്ടന് ആത്മാവിന് നിത്യശാന്തി ഞാൻ നേരുന്നു. പുനലൂർ നഗരസഭയിൽ താമരപ്പള്ളി വാർഡിൽ നിലവിൽ 2 അംഗൻവാടികളാണുള്ളത്. അത് 2ഉം വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. സ്വന്തമായ കെട്ടിടം ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മുടെ താമരപ്പള്ളി വാർഡിൽ നിന്നും ശ്രീമതി വിജയകുമാരി നമുക്ക് സമൂഹത്തിന് തന്നെ മാതൃകയായ ഒരു പ്രവർത്തനത്തിലാണ് ഇന്ന് ഏർപ്പെട്ടിരിക്കുന്നത്. നഗരസഭയ്ക്ക് വലിയ അഭിമാനകരമായ ഒരു മുഹൂർത്തം കൂടിയാണിത്. തീർച്ചയായിട്ടും ഇതെല്ലാവരും മാതൃകയാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. നമുക്ക് സ്വന്തമായി കെട്ടിടമില്ലാത്ത ഒരു ബുദ്ധിമുട്ട് നമ്മുടെ താമരപ്പള്ളി വാർഡിലെ സാമൂഹ്യ പ്രവർത്തകർ നമ്മുടെ വിജയകുമാരി ചേച്ചിയെ അറിയിക്കുകയും സ്വന്തമായി സ്ഥലമുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒട്ടേറെ മേഖലകൾ പോലും അംഗൻവാടികൾ സ്വന്തമായ കെട്ടിടത്തിലല്ലാതെ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ അതിന് സ്ഥലം വിട്ടുകൊടുക്കാൻ പലരും വിമുഖത കാണിക്കുന്ന ഒരവസരത്തിൽ വില കൊടുത്ത് സ്ഥലം വാങ്ങി സ്വന്തമായി അംഗൻവാടിക്ക് കെട്ടിടം നിർമ്മിക്കുന്ന ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ട് വില കൊടുത്ത് വാങ്ങിയ സ്ഥലം ഇന്ന് നഗരസഭ ചെയർപേഴ്സണും അതുപോലെ തന്നെ സെക്രട്ടറിക്കും നഗരസഭയ്ക്ക് ഇന്ന് ആ കുടുംബം ഒന്നടങ്കം വന്ന് ആ പ്രമാണം നമുക്ക് കൈമാറിയിരിക്കുകയാണ്. അതൊരു വലിയ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. തീർച്ചയായും നഗരസഭയ്ക്ക് വേണ്ടി ആ വിജയകുമാരി ചേച്ചിയെ അതോടൊപ്പം തന്നെ ആ കുടുംബത്തെയും അഭിവാദ്യം ചെയ്യുകയാണ്, അനുമോദിക്കുകയാണ്. നമുക്ക് പറയുവാനുള്ളത്, മാതൃകാപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന എത്രയോ കുടുംബങ്ങൾ നമുക്ക് സമൂഹത്തിന് ചുറ്റുമുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങൾ. തീർച്ചയായും അംഗൻവാടിയിൽ വരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളുടെ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് അത് വിട്ടു തന്നിരിക്കുന്നത്. ഇതിനോടകം തന്നെ ഈ സാമൂഹ്യ പ്രവർത്തകരടങ്ങുന്ന സമിതി നമ്മുടെ ബഹുമാനപ്പെട്ട MLA കാണുകയും MLA ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിർന്ന ആ ചേച്ചിയെ അനുമോദിക്കുകയും അതുപോലെ തന്നെ അംഗൻവാടിക്ക് വേണ്ട ഒരു പ്രോജക്റ്റ് അദ്ദേഹം നമുക്ക് നഗരസഭയ്ക്ക് വേണ്ടി തരാമെന്ന് ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും വരുന്ന നാളിൽ നഗരസഭ ഈ പ്രോജക്റ്റുമായി മുന്നോട്ട് പോവുകയും MLAയുടെ സഹായത്തോടു കൂടി ചേച്ചി തന്ന ഈ സ്ഥലത്തിൽ അംഗൻവാടി നിർമ്മിച്ചുകൊണ്ട് ചേച്ചിയുടെ ഭർത്താവിൻ്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിൻ്റെ പേര് ശിവരാജൻ എന്ന പേര് അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാക്കുമെന്ന് നഗരസഭയ്ക്ക് വേണ്ടി അറിയിക്കുകയാണ്.
എൻ്റെ ഭർത്താവ് ബി ശിവരാജൻ 32 വർഷത്തിലേറെ പ്രവാസിയായിരുന്നു. നാട്ടിൽ വന്ന് ഒരുപാട് പേരെ സഹായിക്കുകയും ഒരുപാട് പേർക്ക് അദ്ദേഹത്തെ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ അവസാന സമയങ്ങളിൽ ഈ സഹായിച്ച ഒരു വ്യക്തി പോലും അത് ഓർക്കുകയോ അദ്ദേഹത്തെ ഒന്ന് കാണാൻ വരികയോ ചെയ്തിട്ടില്ലാത്ത സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം ജേക്കബ് അച്ചായനും റാണിയും കൂടെ വന്ന് എന്നോട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയത് അദ്ദേഹത്തിൻ്റെ പേര് എന്ന് നിലനിൽക്കും. കുഞ്ഞുങ്ങൾ ആ ഒരു കെട്ടിടത്തിൽ 4 അക്ഷരം പഠിക്കുന്നിടത്തോളം കാലം ഒരിക്കലും ആ അംഗൻവാടി കുട്ടികളില്ലാതെ വരത്തില്ല. അതുപോലൊരു പ്രദേശമാണ്. ഞാൻ സമ്മതിച്ചു. 1 ലക്ഷം രൂപയാവുമെന്ന് പറഞ്ഞ് 2.25 ലക്ഷം രൂപയോളം ആയി. ഞങ്ങൾ വാങ്ങി ഇവിടെ വന്ന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിയമപരമായിട്ട് ചെയ്ത് ഇപ്പോൾ ഞാൻ കൊണ്ടുവന്ന് നഗരസഭയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുമ്പോഴും എന്നെയും കൂടി ഒന്ന് അറിയിക്കണമെന്നോട് എൻ്റെ ഒരു അപേക്ഷയാണ്. എന്നാ കഴിയുന്ന എന്ത് സഹായങ്ങളും ഞാനും എൻ്റെ കുടുംബവും ചെയ്യും. നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത, സെക്രട്ടറി സുമയ്യ ബീബി എന്നിവർ ചേർന്നാണ് രേഖകൾ ഏറ്റുവാങ്ങിയത്. കൗൺസിലർമാരായ സതീഷ്, അരവിന്ദാക്ഷൻ, പൊതുപ്രവർത്തക റാണി എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. അംഗൻവാടി ഉണ്ടായിരുന്നുവെങ്കിൽ പോലും വാടക കെട്ടിടത്തിലായിരുന്നു. അതിൻ്റെ ഒരു ശോചനീയമായ അവസ്ഥ ഒരു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾക്ക് ബോധ്യമാവുകയും നിരന്തരം സംഘടനാ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുടുംബവുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധമുണ്ട്. സംഘടനാ പ്രവർത്തനം എന്ന് പറയുമ്പോൾ CPM-ൻ്റെ അനുഭാവി കുടുംബമാണ്. ആ കുടുംബമായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു ബന്ധമുള്ളപ്പം അവിടുത്തെ അണ്ണൻ പെട്ടെന്ന് ആകസ്മികമായി മരണപ്പെടുകയും കക്ഷിയുടെ പേര് നിലനിർത്തുന്നതിന് വേണ്ടി ഒരു അംഗൻവാടിക്ക് വേണ്ടി ഞങ്ങൾ സമീപിക്കുകയും പൂർണ്ണ മനസ്സോടുകൂടി തന്നെ വിജയകുമാരി ചേച്ചിയും മക്കളും മരുമക്കളും അതിന് സമ്മതിക്കുകയും പൈസ കൊടുത്ത് വിലയ്ക്ക് വാങ്ങി, വിലയാധാരം തന്നെയാണ് ഇപ്പോൾ കൊടുത്ത് നമുക്ക് ഇത് ഇന്ന് ഒരു ധന്യമുഹൂർത്തം എന്ന് തന്നെ പറയാം. മനസ്സിന് നല്ല ചാരിതാർത്ഥ്യമുണ്ട്. ഇങ്ങനൊരു കാര്യത്തിൽ അടിസ്ഥാന വിദ്യാഭ്യാസത്തിന് വേണ്ടി കുട്ടികൾക്ക് ഒരു കരുതൽ മുതൽക്കൂട്ടായി മാറാൻ ഈ കുടുംബത്തിന് സഹായിച്ചു. അതിന് ഞങ്ങൾ നിമിത്തമായതിലും വളരെയധികം സന്തോഷം. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.